തമിഴ്നാട് ഇന്ത്യ സഖ്യത്തിൽ ഭീകര സംഘടനയായ SDPIയും സജീവം. DMKയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും SDPIയും ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. കേരളത്തിൽ പരോക്ഷ പിന്തുണയ്ക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ പരസ്യ പിന്തുണയുമായി ഇടതു വലത് മുന്നണികൾ രംഗത്തുണ്ട്. மாணவியருக்கு புதுமை பெண் திட்டத்தொகை 1500 ரூபாயாக உயர்த்தி வழங்கப்படும். நமது சின்னம் ഉദയസൂര്യൻ. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൽ നിന്നുള്ള കാഴ്ചയാണിത്. DMKയുടെ പ്രചാരണ വാഹനം. അതിൽ CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങി ഭീകര സംഘടനയായ SDPIയുടെ കൊടിയും കാണാം. ഉദയസൂര്യൻ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആസ്റ്റിന് വേണ്ടിയുള്ള വോട്ടഭ്യർത്ഥനയാണ്. மாணவர்களுக்கான தமிழ் புதல்வன் திட்டத்தொகை 1500 ரூபாயாக உயர்த்தி வழங்கப்படும். കേരളത്തിൽ പലതാണെങ്കിലും ഇവിടെ എല്ലാവരും ഒന്നാണെന്ന് പ്രവർത്തകർ തന്നെ പറയുന്നു. கூட்டணி தானே எல்லாம் இங்க ஒண்ணுதான், இங்க எல்லாம் ஒண்ணு, கம்யூனிஸ்ட் எல்லாமே இங்க ஒண்ணுதான். காங்கிரஸ், விடுதலை சிறுத்தைகள், மறுமலர்ச்சி திராவிட முன்னேற்ற கழகம், மக்கள் நீதி மையம் போன்ற கட்சிகள் 26 கட்சி கூட்டணி. இதுல திராவிட முன்னேற்ற கழகத்தினுடைய தலைவர் மீண்டும் ஆட்சிக்கு வருவார்கள். இது நல்ல பல திட்டங்களை அவர்கள் தந்து கொண்டிருக்கிறார்கள். எனவே அவர்கள் வெற்றி பெறுவது உறுதியாகிவிட்டது. இங்க எல்லாம் கூட்டணி, கம்யூனிஸ்ட், திமுக எல்லாம் கூட்டணி ஒண்ணுதான். AADMK BJP സഖ്യത്തിനെ തോൽപ്പിക്കാൻ വർഗീയ ശക്തികളെ ഒന്നായി ചേർത്ത് പിടിച്ചിരിക്കുകയാണ് DMK. CPMും കോൺഗ്രസും ഒന്നിച്ച് കൈകോർക്കുമ്പോൾ ആ കൈകൾക്കിടയിൽ SDPIയും ഉണ്ട്. ഇത് മുസ്ലിം ലീഗ്, മുസ്ലിം കക്ഷി, ഇത് മതിമുക, SDP കക്ഷി, ഇത് ദേശീയ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഇത് SDP കക്ഷി, ഇത് കോൺഗ്രസ്, അടുത്തത് വിടുതല സിറുத்தைகள், അടുത്ത മക്കൾ നീതി മയ്യം. കേരളത്തിലെ നേതാക്കൾ ഒളിഞ്ഞും മറഞ്ഞും പിന്തുണ തേടുമ്പോൾ തമിഴ്നാട്ടിലാകട്ടെ പരസ്യമായി ഇന്ത്യ സഖ്യത്തിനൊപ്പമുണ്ട് SDPI. ഇത്തവണ മത്സരിക്കാൻ ഒരു സീറ്റും നൽകി. SDPI സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈ മുബാറക്കാണ് ഉദയസൂര്യൻ ചിഹ്നത്തിൽ നന്നിലം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഇടതു വലതു മുന്നണികൾ മതവർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് തമിഴ്നാട്ടിലും നമുക്ക് കാണാൻ സാധിക്കുക. ജനം, കന്യാകുമാരി.